നല്ല സൂപ്പർ വ്യൂ ആണ് അല്ലേ, അടിപൊളി വ്യൂ ആണ്, സൂപ്പർ വ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ ഊട്ടിക്ക് പോകുന്ന വഴിയിലുള്ളതാണ്. ഞങ്ങൾ ഊട്ടിക്ക് പോകുന്ന വഴിയിൽ ഇറങ്ങിയതാണ് ഈ ലൊക്കേഷനിൽ. നല്ല ഭംഗിയുള്ള ലൊക്കേഷനാണ്. യാത്രേൻ്റെ ഇടയിൽ ഞങ്ങൾ നല്ലൊരു ലൊക്കേഷൻ കാണുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോവുക, ആസ്വദിച്ച് പോവുക. അതാണല്ലോ യാത്ര. സാഫറും വസീമൊക്കെ ഫോട്ടോ സെഷനിലാണ്. ഊട്ടി അഥവാ ഉദകമണ്ഡലം, ഈ ഉദകമണ്ഡലമാണ് യഥാർത്ഥ പേര്. പിന്നീട് ബ്രിട്ടീഷുകാരവരാണത് ഊട്ടി എന്നുള്ള പേര് ആക്കിയിട്ടുള്ളത്. പിന്നെ ലോകം മുഴുവനും എല്ലാവരും ഊട്ടി എന്ന് തന്നെയാണ് പറയാറുള്ളത്. ഫേമസ് ആയിട്ടുള്ളത് ഊട്ടിയിലാണ്. യഥാർത്ഥ പേര് ഉദകമണ്ഡലം എന്നാണ്. ഞങ്ങള് ഒരു നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ, കാണാൻ നല്ലൊരു ലൊക്കേഷൻ, ഒരു കാഴ്ചയുള്ള ലൊക്കേഷനാണ്. ഇവിടെ നിന്ന് മേലോട്ടൊന്ന് നോക്കുകയാണ് അടുത്ത ലൊക്കേഷൻ എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നുള്ളത്. സൂപ്പർ വ്യൂയുടെ ലൊക്കേഷനാണ് കേട്ടോ. വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്, വളരെ കുറവായിട്ട് വാഹനങ്ങളൊക്കെ ഉള്ളൂ. ഇവിടുന്ന് ലോങ്ങിലൊരു ടൗണ് കണ്ടത് ഗൂഡല്ലൂർ ടൗൺ ആണെന്നാണ് തോന്നുന്നത്. ലോങ്ങിലായിട്ട് സൂം ചെയ്ത് കാണുകയാണ്. ഇവിടുന്ന് നേരിട്ട് കണ്ടാൽ തന്നെ ഉള്ളൂ കേട്ടോ നമുക്ക് അതിൻ്റെ ആ ഭംഗി കിട്ടുള്ളൂ. ഒരു പച്ചപ്പും അതേപോലെ നല്ലൊരു കാലാവസ്ഥയൊക്കെ. ഇതൊരു അടുത്ത ലൊക്കേഷനാണ്. ഞങ്ങൾ പോകുന്ന വഴിയിൽ അടുത്ത ലൊക്കേഷൻ കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയതാണ്. ഞങ്ങൾ യാത്രയിൽ എവിടെയാണ് നല്ല നേരത്തെ പറഞ്ഞല്ലോ ലൊക്കേഷൻ കണ്ട അവിടെ കാഴ്ച. ഇവിടുന്ന് ഒരു നല്ലൊരു കാഴ്ചയാണ്. പക്ഷെ ഭയങ്കര ലൈറ്റ് ഉണ്ട് ക്യാമറയിൽ, അത്ര ഒരു ക്യാപ്ചർ അത്ര ക്ലിയർ ആയി കിട്ടില്ല. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് കാണാൻ. കാഴ്ച വലിയൊരു മല പോണത്തൊക്കെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട്. അതൊക്കെ നല്ലൊരു ഭംഗിയുണ്ട്. നേരിൽ കണ്ടാൽ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണത്. ഇത് യുക്കാലിപ്സ് മരങ്ങളുടെ ഇടയിൽ എത്തി കേട്ടോ ഞങ്ങൾ. അങ്ങനെ യുക്കാലിപ്സ് മരങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്രയാണ്. ആ യുക്കാലിപ്സിൻ്റെ മണവും അതാണ് ആ തണുപ്പും അതോടുകൂടി നല്ല ആസ്വദിച്ച് ഇങ്ങനെ യാത്ര പോകേണ്ടിയിരിക്കുകയാണ്. അവിടെ ഒരാളുണ്ട്, ബൈക്കിലൊരാളെ കാണാൻ സാധിച്ചു. വേറൊരാളില്ല ഇവിടെ കാണാൻ. സാധാരണ ഇവിടെ ഫോട്ടോസൊക്കെ ഇഷ്ടം പോലെ പേര് ടൂറിസ്റ്റായി വരുമ്പം ഉണ്ടാവുന്ന ഒരു ലൊക്കേഷനാണ്. ഒരാളെയും കാണാൻ സാധിക്കണില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ വാഹനങ്ങൾ പോകുന്നുണ്ടെന്നല്ലാതെ. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി. ഊട്ടി 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 പട്ടണം. അപ്പോൾ നമ്മൾ പോയി അടുത്ത് ഇനി എവിടെ പോകണ്ടോ? ഇവിടെ അടുത്ത പോയിന്റ് സൂയിസൈഡ് പോയിന്റ് അല്ലേ? ഓപ്പൺ ആണോ? ഇന്ന് 1-ാം തീയതി ഓപ്പൺ ആവുമെന്ന് കേട്ടിന്, അറിയില്ല. എവിടെ ടിക്കറ്റ് ഇല്ല? അവിടെ ഉണ്ടല്ലോ, ചെറിയ ടിക്കറ്റ് ഉണ്ട്. ഓ പണ്ടതൊന്നും ഇല്ലായിരുന്നു, ഇപ്പം ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്. ഞങ്ങളിവിടെ നിന്ന് പിന്നെ അടുത്ത ലൊക്കേഷൻ സൂയിസൈഡ് പോയിന്റ്, നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് എന്നൊക്കെയാണ് ഇവിടെ പറയല്. ഞങ്ങൾ സൂയിസൈഡ് പോയിന്റ് പറയല്. ആക്ച്വലി ഇവിടെ ഇപ്പോൾ ഓപ്പൺ അല്ല കേട്ടോ. ഈ ലൊക്കേഷൻ ഓപ്പൺ ആണെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ വന്നത്.
ഏ ഏ എവിടെ ഇപ്പോൾ ഓപ്പണിംഗ് ഉള്ളത്? റോസ് ഗാർഡനും ബൊട്ടാനിക്കൽ ഗാർഡനും ഒന്നും ആയില്ല. മൊട്ടക്കൊന്നും ഓക്കെ ഫോറസ്റ്റ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് മാത്രം ഓപ്പൺ, ബാക്കിയൊന്നും ഓപ്പൺ അല്ല. அது 7ஆம் தேதி இப்போ 14ஆம் தேதி இந்த வாரத்தில் ஓப்பன் ஆகும். இந்த வாரத்தில் ஆயிரும். ഓക്കെ 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 താങ്ക് യു. ഈ ലൊക്കേഷൻ ക്ലോസ് ആണെന്ന് ആള് പറഞ്ഞത്. അതേപോലെ റോസ് ഗാർഡനും ബൊട്ടാനിക് ഗാർഡനും മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ എന്നും പറഞ്ഞു. ഞങ്ങൾ എന്തായാലും അങ്ങനെ പ്രത്യേക ലൊക്കാലിറ്റി പ്ലാൻ ചെയ്ത് പോകണതല്ല. ഞങ്ങൾ പോണ വഴിയിൽ എവിടെയൊക്കെയാണ് ഭംഗിയുള്ള സ്ഥലങ്ങൾ അവിടെ കാണാം, അങ്ങനെ ഫ്രീ ആയിട്ട് കണ്ട് ആസ്വദിച്ച് പോവുക എന്നുള്ളതാണ് ഞങ്ങൾ യാത്രയിൽ. ഈ ഊട്ടി ആക്ച്വലി തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലാണ് ഈ ഊട്ടി ഉള്ളത്. പോരാത്തതിന് ഈ ഊട്ടി തന്നെയാണ് ഈ നീലഗിരി ജില്ലയുടെ ആസ്ഥാനം. ഇതൊരു മുനിസിപ്പാലിറ്റി ആണ് കേട്ടോ. ഊട്ടി ഒരു മുനിസിപ്പാലിറ്റിയും കൂടിയാണ് ഊട്ടി. ഇപ്പം അവിടെ നിന്നുള്ള ഒരു എടുക്കുകയാണ് ഇങ്ങനെ വ്യൂ പോയിന്റ്. ഞങ്ങൾ കാറങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. കാരണം പിന്നെ സാധാരണ ഇവിടെ ഇഷ്ടംപോലെ ബസ്സുകളുണ്ടാകും കേട്ടോ. സാധാരണ ഊട്ടിക്ക് വരുന്ന സമയത്ത് വന്നവർക്കറിയാം, ഇവിടെ ഇരുന്ന് കുറേ പേര് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ നിന്നാണ് കഴിക്കുക. എന്നിട്ട് ഈ വ്യൂ പോയിൻ്റൊക്കെ പോയിട്ട് വരികയാണ് സാധാരണ ചെയ്യാറ്. ഇത്രയും വാഹനങ്ങൾ ഉണ്ടാവില്ല, ഒന്നുമില്ല. നമ്മുടെ വാഹനമുണ്ട്. പിന്നെ അവിടെ ഒരു ബസ്സിലെ മറ്റൊരു ഫാമിലി മാത്രം വന്ന് കാണുന്നുണ്ട്. ബാക്കിയൊക്കെ ഫുള്ള് അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഫുള്ള് കാലിയൊക്കെ എടുക്കുകയാണ്, ഒരാളും ഇല്ല. പക്ഷെ ഇവിടെ നല്ല കാഴ്ച അതി ഗംഭീരമായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഇതാണ്. പക്ഷെ ആ വ്യൂ പോയിന്റും കൂടി നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ലൊക്കാലിറ്റിയാണ്. എന്തായാലും നമ്മൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കാണാം. എന്തായാലും പോകുന്ന വഴിയിലല്ലേ. എന്നാൽ പിന്നെ സ്കൈയും അതേപോലെ ഇതെല്ലാം പാടെ കാണുമ്പോൾ എൻ്റെ ഒരു അടിപൊളി ലൊക്കേഷനാണ്. ഈ കൽപ്സ് മരങ്ങളുണ്ട് ഈ സൈഡിലൊക്കെ. നേരത്തെ പറഞ്ഞ ഫാമിലി ആ ലോങ്ങിൽ അവിടെയാണ് അവർ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നീങ്ങണം അടുത്ത ലൊക്കേഷന് വേണ്ടിയിട്ട്. ഈ ഊട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഊട്ടി നേരത്തെ ഒരു എന്താ പറയുക, ബ്രിട്ടീഷുകാർ മുന്നേ ആർക്കും ഒന്നും അറിയില്ലായിരുന്നു ഊട്ടിനെ പറ്റി. ബ്രിട്ടീഷുകാരാണെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഏരിയയാണ് നേരത്തെ ഊട്ടി. അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർ ആണ് അവിടെ ആളെ ഒക്യുപ്പൈ ചെയ്യാൻ തുടങ്ങിയത്. നേരത്തെ പറഞ്ഞല്ലോ ഉദുകമണ്ഡലം എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേരുണ്ടായിരുന്നത്. പിന്നീട് ഇവർ ബ്രിട്ടീഷുകാർ വിളിച്ച ഉട്ടക്കമഠ് എന്താണ് അവർ വിളിച്ചിരുന്നത്. പിന്നെ അതിനെ ചുരുക്കിയിട്ടാണ് ഊട്ടി എന്നുള്ള പേര് ഊട്ടിക്ക് വന്നിട്ടുള്ളത്. ഊട്ടി സിമ്പിളാണ്, എല്ലാവർക്കും അത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു വേർഡാണ് ഊട്ടി. യൂക്കാലിപ്സ് മരങ്ങളുടെ കൂടെ പിന്നെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്ത ലൊക്കേഷന് വേണ്ടിയിട്ട്. വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങിയ ഒരു സ്ഥലമാണ്, നല്ല ഭംഗിയുള്ള സ്ഥലം. പല സ്ഥലങ്ങളും ക്ലോസ്ഡ് ആണ്. ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം, ഏത് മാതിരി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല വ്യൂ ഉള്ള സ്ഥലം കേട്ടോ. നേരത്തെ പറഞ്ഞാൽ നേരിട്ട് കണ്ടാലേ ഉള്ള ഈ ഭംഗി, അത്രക്കും വ്യൂ ഉള്ളൊരു ലൊക്കേഷനാണത്. ചെറിയൊരു തടാകം, അതിൻ്റെ അപ്പുറത്ത് കൃഷിയും, ഒരു ഭംഗിയുള്ള ലൊക്കാലിറ്റി. ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. ഇതിപ്പോൾ ഒരു വ്യൂ പോയിന്റ് മാതിരിയൊന്നുമല്ല, ഞങ്ങളുടെ വഴിയിൽ നിന്ന് ഇറങ്ങിയൊരു ലൊക്കാലിറ്റിയാണ്. അതേപോലെ ഊട്ടി ഈ കോവിഡിന് ശേഷം വാഹനങ്ങളൊക്കെ അല്ലാതെ അന്തരീക്ഷമൊക്കെ ക്ലീൻ ആയതുകൊണ്ടായിരിക്കാം അത്രക്കും പച്ചപ്പും നല്ലൊരു ഭംഗിയാണ് മൊത്തത്തിൽ കാണാൻ. നേരിട്ട് കാണാൻ തന്നെ വേണം അതിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കണമെങ്കിൽ.
ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ വാഹനത്തിൽ പോകാനാണ്, വണ്ടിയിൽ പോവുകയാണെങ്കിൽ കൂടി തന്നെ ആ ഭംഗി അത്രക്കും ആസ്വദിക്കാനുണ്ട്. ആ ക്ലൈമറ്റും അതേപോലെ ആ കാഴ്ചകളും, അതേപോലെ കുറേ ക്യാബേജ്, അതേപോലെ നമ്മുടെ ക്യാരറ്റ് കൃഷി ഇഷ്ടംപോലെയായിട്ട് കാണാൻ സാധിക്കും വഴിയോരത്ത് മുഴുവനും. വെറുതെ വാഹനത്തിൽ പോയാൽ തന്നെ അത്രക്കും ഭംഗിയുണ്ട് കാണാൻ. ഇടയ്ക്ക് കുതിരകൾ അങ്ങനെ കണ്ടു പോകേണ്ടിയിരിക്കുമ്പോൾ. അടുത്തൊരു മൊട്ടക്കുന്ന് കിട്ടുന്ന ലൊക്കാലിറ്റി പോകുന്ന വഴി തന്നെയാണ്. ആ ലൊക്കേഷന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് പോകേണ്ടിയിരിക്കണം. ഷൂട്ടിംഗ് പോയിന്റ് ആണ്, എല്ലാവർക്കും അറിയാലോ. നമ്മളിവിടെ എത്തി കണ്ടാ ഒരു ലൈൻ മാതിരി നല്ല രീതിയിൽ അവരത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കാലമല്ലോ ഇതൊക്കെ തുറന്നിട്ട്, ഇപ്പോൾ നല്ല വൃത്തിയിൽ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ റോഡ് പണികളൊക്കെ നടക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു വണ്ടിയെ മറ്റോ ഉള്ളൂ കേട്ടോ, ഇവിടെ ആരും ഇല്ല കാണാൻ. ഫുള്ള് എന്നൊന്നറിയില്ല, പെട്ടെന്ന് ഓപ്പൺ ചെയ്യാതിരിക്കാം. ഈ കോവിഡ് പശ്ചാത്തലം ആൾക്കാർ റഷ്യ ഉണ്ടാകുന്ന കരുതിയിട്ടായിരിക്കാം പല ലൊക്കാലിറ്റിയും തീരെ ഓപ്പണായിട്ടില്ല. ഇവിടെയും ക്ലോസ് തന്നെയാണ് കേട്ടോ. അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ക്ലോസ് ആണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് അടുത്ത് കുതിരനെയൊക്കെ ആയിട്ട് അതിൻ്റെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് ഇങ്ങനെ നീങ്ങിപ്പോയതാണ്. കുറച്ച് പേര് അവിടെ നിൽക്കുന്നതും കാണുന്നുണ്ട്. വന്ന് അത് നല്ലൊരു ലൊക്കാലിറ്റി ആട്ടോ. സാധാരണ നമ്മൾ ആ ഏരിയയിലാണ് പോലെ ഇങ്ങോട്ട് ഏരിയയോട്ട് വരാറില്ല. ഇവിടെ നല്ല ലൊക്കാലിറ്റി ഉണ്ട്, കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ട്. നമ്മളെ നാട്ടിലുള്ളവരല്ല, ഇവിടുത്തെ ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. തമിഴ്നാട്ടിലുള്ളവരാണ് കൂടുതൽ, തമിഴ് സംസാരിക്കുന്നവരാണ് കാണാൻ സാധിക്കുന്നത്. ഓ അടിപൊളി, ഓക്കെ, സൂപ്പർ വ്യൂ ആണ് കേട്ടോ കാണാൻ. നല്ല കാഴ്ചയാണ്, നല്ലൊരു പച്ചപ്പും. ദൂരെ കൃഷിയൊക്കെ കാണാം കേട്ടോ, വളരെ ദൂരെ. അത് നേരിൽ കണ്ടാലും അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ഇത് കിട്ടുക. ക്യാമറയിൽ നിന്ന് ക്യാപ്ചർ ചെയ്യുമ്പോൾ അത്രയ്ക്കും ഉണ്ടാകുന്നില്ല. അതിലും മനോഹരമാണ് നേരിട്ട് കണ്ടാൽ ഊട്ടി. പ്രത്യേകിച്ച് ഈ സമയത്ത്, കാരണം അന്തരീക്ഷങ്ങളിൽ വാഹനങ്ങളില്ല, കുറഞ്ഞ വാഹനങ്ങളേ ഉള്ളൂ. ഊട്ടിക്ക് വരെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ ഇവിടുന്ന് പാസ് എടുത്താൽ മതി. പാസ് എടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വരാനുള്ളൂ. തമിഴ്നാട് പാസ് എടുക്കണം, നമുക്കത് ഓൺലൈനിൽ വേണം ചെയ്യാം. അതുകൊണ്ട് മടങ്ങുമ്പോൾ കേരളത്തിൻ്റെ പാസും അത്രേ ഉള്ളൂ. എടുത്ത് കഴിഞ്ഞ് ഇവിടെ സ്റ്റേ ചെയ്ത് പോകാൻ ഒരു കുഴപ്പമില്ല. അതേപോലെ റഷ് ഇല്ല, അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വന്ന് നല്ല രീതിയിൽ കണ്ട് ആസ്വദിച്ച് പോവാം. ഞങ്ങൾ പോണ സമയത്തെ കാര്യമാണ് ഇവിടെ പറയണത്. ആൾക്കാർ റഷും ഇല്ല. അപ്പം ഇങ്ങനെ വെറുതെ വണ്ടി എടുത്ത് പോവുകയാണെങ്കിൽ തന്നെ അത്രയും ഭംഗിയാണ്. ആ മണിയിൽ കണ്ടില്ല കാഴ്ച. ഓ എന്താ ഗ്രീൻ കളറ്. ഇവിടെ പ്രത്യേകത വെച്ചാൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ വേനൽക്കാല ആസ്ഥാന കേന്ദ്രം കൂടിയാണ് ഇവർ. വേനലാകുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരും, നല്ല കാലാവസ്ഥയാണല്ലോ. വേനൽക്കാലത്ത് എല്ലാവരും ഇങ്ങോട്ടാണ് വരിക. ഊട്ടിയിൽ വന്ന് സെറ്റിൽ ചെയ്ത് അവിടെ നിൽക്കും. ആ സമയത്ത് ആൾക്കാരിങ്ങനെ പോകുന്നുണ്ട് ഓരോന്നായിട്ടാണ്. മാസ്ക് കോവിഡ് ആയതുകൊണ്ട് അതിൻ്റെ പ്രോട്ടോക്കോളൊക്കെ ഇതാക്കണം. എല്ലാവരും ഒന്നും ഇട്ടിട്ടില്ല, കുറേ പേര് ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്നുള്ള കാഴ്ച ഒരു രക്ഷയില്ല. ആ തണുപ്പും അതിലൂടെ അങ്ങനെ ആ തണുത്തതിൽ ഇങ്ങനെ കാലാവസ്ഥ. പക്ഷെ ഒരു വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്. പക്ഷെ നമ്മളാ ഒരു ക്യാമറയിലൊക്കെ ഇങ്ങോട്ട് കണ്ടില്ലേ ഒരു ചെറിയ രീതിയിൽ വരുന്നു. പക്ഷെ അതിൻ്റെ ചൂടും കാര്യങ്ങളും തണുപ്പാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചൂടെടുത്ത് നിൽക്കാൻ സാധിക്കണ്ടല്ലോ. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഫൈൻ പോസ്റ്റിൻ്റെ ഒരു ലൊക്കാലിറ്റി കണ്ടു. അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ട്, ഫാമിലി ആയിട്ട് വന്ന് വണ്ടിയൊക്കെ നിർത്തിയിട്ട് കാണുന്നുണ്ട്. ഇവിടെയാണ് കുറച്ച് പേരെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇടയിലൂടെ അങ്ങനെ നടന്ന് നീങ്ങുകയാണ്.
കുറേ പേര് അവിടെ ഉണ്ട്. ലോങ്ങിൽ ഫോട്ടോ സെക്ഷനിലാണ്, ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പഴയ കാലത്ത് ഊട്ടി ഉൾപ്പെടുന്ന ഈ നീലഗിരി മലകളൊക്കെ ഘോര വനങ്ങളായിരുന്നു എന്ന് പറയുന്നത്. കാലാവസ്ഥ പ്രതികൂലമായിരുന്നാലും പണ്ട് കാലത്ത് ഇവിടേക്ക് എത്തിച്ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു ഈ ഊട്ടി. ഇവിടെ എത്തിച്ചേരാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ട് ആൾക്കാർ വരവ് വളരെ കുറവായിരുന്നു. പിന്നെ ആദിമ സമൂഹമുണ്ട്, അവർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. പിന്നെ ഫലഭൂഷ്ടായ മണ്ണൊന്നല്ല. പിന്നെ ഇവിടെ നിന്ന് കീഴ്പ്പെടുത്തി രാജാക്കന്മാരൊക്കെ എന്താ കൊണ്ടുപോകാൻ കോട്ടകളോ കൊട്ടാരങ്ങളോ ഒന്നും ഇല്ലാത്തതിനാൽ ആരും ഇങ്ങോട്ട് നോക്കിയിട്ടില്ലായിരുന്നു ഏരിയയിൽ. പിന്നീട് ബ്രിട്ടീഷ് ഇവർ വന്നതിന് ശേഷമാണ് ഇവർ ഈ ലൊക്കാലിറ്റീൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി, ഇതിനെ പഠിച്ചു, അവിടുത്തെ കാലാവസ്ഥ കാര്യങ്ങളൊക്കെ പഠിച്ച് പിന്നീട് അവർ ഡെവലപ്പ് ചെയ്തൊരു സ്ഥലമാണ് ഈ ഊട്ടി. ഈ വയസ്സായ ആൾക്കാരുണ്ട്, അവരും സൈന്യത്തിനുള്ള വിശ്രമ സ്ഥലമായിട്ടും കൂടി ബ്രിട്ടീഷുകാർ ഇവിടെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കാരണം അവരുടെ നാട്ടിൽ അതേ കാലാവസ്ഥയാണല്ലോ ഇവിടെ ഉള്ളത്. അങ്ങനെ ഒരു ഡെവലപ്പ് ചെയ്ത ഏരിയ ആണിത്, പഴയകാല ചരിത്രം. അവരാണ് ഈ വാഹന സൗകര്യങ്ങളും റോഡും കാര്യങ്ങളൊക്കെ തുടക്കത്തിലൂടെ വന്ന് ശരിയാക്കിയത്. കുറേ ഫാമിലി ഉണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുള്ളത്. ഇവിടെ ഇഷ്ടംപോലെ ഫാമിലികളുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടുന്ന് കാണാൻ. നടന്നു വന്നപ്പം കണ്ടൊരു കാഴ്ചയാണ്. നല്ലൊരു കാഴ്ച. സൂപ്പർ. ഞാൻ ഇവിടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ മരങ്ങളൊക്കെ മറിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടെ കൂടെയാണ് വസീം സാഫറൊക്കെ ഫോട്ടോ സെഷനിലാണ് കേട്ടോ. അവരൊക്കെ അവിടെ ഫോട്ടോ സെഷനിലും ഇങ്ങനെ കയറ്റി ഇങ്ങനെ കറങ്ങിയിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് നടക്കുന്നത്. ഒരു ചെറിയ കപ്പിൾസ് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ലൊക്കാലിറ്റി നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അവരങ്ങനെ മാറിയിട്ട് താഴോട്ട് പോകണം, അവരെ ശല്യം ചെയ്യണ്ടല്ലോ. ഇവിടെ നല്ലൊരു കാഴ്ച കേട്ടോ. താഴോട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ എന്തോ ഒരു ഭംഗി അറിയാൻ, ഒരു പച്ചപ്പും അതേപോലെ ആൾക്കാരത്ര റഷ് ചെയ്ത് വരാത്തതുകൊണ്ട് നല്ലൊരു ലൊക്കാലിറ്റി. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നേരിൽ വന്ന് കാണാൻ തന്നെ വേണം, അത്രക്കും ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ കൃഷിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. താഴെ ഭാഗത്തായിട്ട് കൃഷികൾ കാണുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, നോക്കണം. ക്യാരറ്റ് കൃഷിയുണ്ട്, ക്യാരറ്റ് കൃഷിയാണെന്ന് തോന്നണം. കാണുന്നുണ്ട്, നല്ലോണം കാണുന്നുണ്ട് ക്യാരറ്റ് കൃഷി. ഊട്ടിയിൽ നല്ല കാലാവസ്ഥയാണ്. നമ്മളവിടെ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തൊക്കെ പോകണം നേർക്ക്. കാലാവസ്ഥയും ഒക്കെ ആസ്വദിച്ച് പോകേണ്ട ഒരു നല്ല ലൊക്കാലിറ്റിയാണ് നേർക്ക് ഊട്ടി. ഒറ്റ ദിവസം കൊണ്ട് വന്ന് ടൂറിസ്റ്റ് സാധാരണ വൺ ഡേ ടൂർ മാതിരിയാണ് ഇവിടെ വരിക. എനിക്ക് അങ്ങനെ വരേണ്ട ഒരു ലൊക്കാലിറ്റി അല്ലത് ഊട്ടി. ഇതിൽ വന്ന് താമസിച്ച് ഇവിടെ ആസ്വദിച്ച് ആ കാലാവസ്ഥയും കാര്യങ്ങളും, ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഊട്ടി പട്ടണം. അങ്ങനെ ഊട്ടിയിലെത്തിയിരിക്കുകയാണ്. പൈൻ ഫോറസ്റ്റ് ഇടയിലാണിത്. എല്ലാ സ്ഥലമൊന്നും ഓപ്പൺ ആയില്ല. നമ്മൾ ജസ്റ്റ് പോകുന്ന വഴി സ്ഥലം ഓപ്പൺ ആയപ്പോൾ അങ്ങോട്ട് കയറി നോക്കിയതാണ്. എല്ലാ ഏരിയൊന്നും ഓപ്പൺ ആയിട്ടില്ല. ചെറിയ പൈൻ ഫോറസ്റ്റ്, പക്ഷെ നല്ല വ്യൂ ആണ്, നല്ല അടിപൊളി കാഴ്ചയാണിത്. ഇവിടുത്തെ താഴേലോട്ട് പോകാനുള്ള പദ്ധതിയിലാണ് പോകുന്നത്. താഴെ ഒരു കുറച്ച് കൃഷിയിടം ഇതൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ട് ഇങ്ങനെ ഗോസാ, കേബേജ് അല്ല, മുട്ട ഗോസാണ്.
அங்கே போகிறதுக்கு வழி இருக்கா? போகிறதுக்கு ரோடு உண்டா? போகக்கூடாதா? அதுக்கே இருக்கிறது. നമ്മളറിയുന്ന ഭാഷയിൽ അവരോട് ചോദിച്ചു എന്താണ് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞത് വെച്ചാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല, എങ്ങനെയെങ്കിൽ ക്യാരറ്റൊക്കെ പറിക്കുക എന്ത് ചെയ്യാം, അതപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് എഴുതിയിട്ടാണ് നോക്കിയത്. പക്ഷേ അങ്ങോട്ട് സമ്മതിച്ചില്ല. അവർ ഇവിടെയൊക്കെ കറണ്ടിൻ്റെ വേലിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇവിടുന്ന് കുരങ്ങന്മാർ വന്നിട്ട് ഇതൊക്കെ പറിച്ചു പോകും. അവിടെ ക്യാരറ്റും മുട്ടക്കോസിൻ്റെയും കൃഷി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കുരങ്ങന്മാർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൈദ്യുത വേലി മൊത്തത്തിൽ കെട്ടിയിട്ടുണ്ട്. ആരെങ്കിലും അറിയാതെ പിടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. ഇങ്ങനെ മൊത്തത്തിൽ വൈദ്യുത വേലി കെട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകാനും പറ്റില്ല, വേലി കെട്ടിക്കൊണ്ടുമ്പോൾ അങ്ങോട്ട് താഴോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ അവർ കൃഷിയാണ് അവിടെ മൊത്തത്തിൽ. ഇവ അവിടെ കാവലിരിക്കാൻ തോന്നുന്നുണ്ട് മൊത്തത്തിലായിട്ട്. ഇങ്ങനെ വലിയ ആൾക്കാരുടെ രക്ഷമൊന്നുമില്ല. നേരത്തെ ഇവിടെ നിന്നിട്ടാണ് ആ ഫാമിലി ഫോട്ടോ എടുത്തിരുന്നത്. ആ ലൊക്കാലിറ്റിയിലപ്പം നമ്മളുള്ളത് കണ്ടോ, ഇവിടുത്തെ വ്യൂ ഉണ്ടില്ലേ. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തമിഴ്നാട്ടിൽ പ്ലാസ്റ്റിക് നിരോധനം നല്ല ശക്തമായിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും ഞങ്ങൾ യാത്ര ചെയ്യുന്നിടത്തൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. എല്ലാ ലൊക്കാലിറ്റിയിലും ഓരോ വളവിലും നല്ല രീതിയുണ്ട്. കേരളത്തിലൊരു പ്ലാസ്റ്റിക് നിരോധനം ഒക്കെ വന്നിരുന്നു. അതിൻ്റെ കാര്യം എന്താ, കട്ട പുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇവരിവിടെ എല്ലായിടത്തും പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ അതേപോലെ ഞങ്ങൾ ചായ കുടിക്കുകയാണെങ്കിൽ ഗ്ലാസ് വരെ ഇപ്പോൾ കോവിഡാണെങ്കിൽ മുറ്റും കൂടി ഇപ്പോൾ അവർ ഗ്ലാസും മറ്റൊക്കെയാണ് കൊടുക്കുന്നത്. സാധാരണ ഗ്ലാസ്സുകൾ ആക്കുന്നില്ല. അപ്പോൾ അതും എല്ലാവരും ശ്രദ്ധിക്കുക. വരികയാണെങ്കിൽ യാത്രക്കുള്ള ഗ്ലാസ് അതേപോലെ എന്തൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ കൊണ്ടുവരികയും ചെയ്യാം. ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ലൊക്കേഷന് വേണ്ടിയിട്ട്.